നമസ്കാരം ഹരീഷ് സാർ. നമസ്കാരം. ഇവിടെ ഗാലക്സി സ്റ്റോറിൽ എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് സംഭവം? ആക്ച്വലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഗാലക്സി സ്റ്റോർ നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളൊരു മാളിലൊക്കെ പോയി കഴിയുമ്പോൾ ടിവിയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നോർമലി അങ്ങനെയുള്ളൂ. അപ്പൊ നമ്മളൊരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഡിസ്പ്ലേക്ക് ഉണ്ടാവും, അതുപോലെ മൊബൈലിൽ എല്ലാ ഡിസ്പ്ലേക്ക് ഉണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതിന്റെ ഫംഗ്ഷൻസ് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അതേ സെയിം ഫംഗ്ഷൻ CCTV ഇല്ല. അങ്ങനെ CCTV പലരും അങ്ങനെ ആരും അങ്ങനെ, കാരണം നമ്മളൊരു സാധനം മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ആള് പറയുന്ന സാധനം നമ്മൾ മേടിക്കുന്നത് വെക്കുന്നു, ആള് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഇതിന്റെ എക്സ്പീരിയൻസ് അറിയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ആദ്യമേ വേണമെങ്കിൽ വന്ന് നമുക്ക് ഉള്ള ഈ മോഡൽസും കാര്യങ്ങളും അതിന്റെ ക്ലാരിറ്റി, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഫംഗ്ഷൻ എന്ന് അറിയാം, എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡൽസ് സെലക്ട് ചെയ്യാൻ പറ്റുമോ പോലെ? നമുക്ക് മോഡൽസും അതിൽ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന മോഡൽസ് കൂടാണ്ട് നമുക്ക് കൂടുതൽ എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് വേണമെങ്കിൽ ചൂസ്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് ഈ ഗാലക്സി സ്റ്റോർ എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഒരു വീടുകളിലേക്ക്, അതായത് നമുക്ക് പല മോഡൽസും ഉണ്ട്, പ്രൊജക്ട് സൈഡും അങ്ങനെ മോഡൽസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ട്, വീടുകളിലേക്ക് വെക്കുന്ന വൈഫൈ ക്യാമറാസ്, ചെറിയ ചെറിയ ക്യാമറാസും കാര്യങ്ങളും അതുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ HD ക്യാമറാസ് കോമൺ ആയിട്ട് വെക്കുന്നത്, പിന്നെ IP സെഗ്മെന്റ്, IP വരുന്ന ക്യാമറാസ്, അതുപോലെ തന്നെ നമ്മുടെ തന്നെ ആക്സസറീസ് ഐറ്റംസും കാര്യങ്ങളും. ഇതാണ് ഡിസ്പ്ലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ കസ്റ്റമർക്ക് ഇത് ഇവിടെ വന്നിട്ട് ഇത് ഉപയോഗിച്ച് നോക്കാനുള്ളൊരു സംവിധാനം ഉണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഓൾറെഡി എല്ലാം കണക്റ്റഡ് ആണ്. അവർക്ക് വരാം, ഒരു ടെക്നിക്കൽ പേഴ്സന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചൂസ് ചെയ്ത് നോക്കി എന്താണ് ക്ലാരിറ്റി, അത് സൂം ചെയ്ത് നോക്കാം, പ്ലേ ബാക്ക് എടുത്ത് നോക്കാം, ഇതെങ്ങനെ റൺ ചെയ്യാൻ നോക്കാം, അതിന്റെ ഫംഗ്ഷൻസ് നോക്കാം. കാരണം പലരും കടകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് സീൽഡ് ആയിരിക്കും. അപ്പോ സീൽ പൊട്ടിച്ച് ഇത് കാണിക്കാൻ പറ്റൂല അവർക്ക്, കാരണം സീൽ പൊട്ടിച്ച സാധനം വീണ്ടും അവർക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ഒരു ഡെമോ പീസോ കാര്യങ്ങളോ മിക്ക ഷോപ്പുകളിലും ഇത് ഉണ്ടാവില്ല. അപ്പം അതിനൊരു പരിഹാരമായിരിക്കും. തീർച്ചയായിട്ടും അതാണ് നമ്മൾ സാധനം ഒരു പ്രോഡക്റ്റ്, ഒരു വൈഫൈ ക്യാമറ മേടിക്കാൻ പോകുന്നത്, അവരത് അങ്ങനെ തരുള്ളൂ. കാരണം ഇതിങ്ങനെ ഉണ്ട്, ഇത്ര ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ വെച്ച് നോക്കണം. നമ്മളിപ്പോ നോർമലി നമ്മുടെ അവിടെ വരുന്ന ഒരു പയ്യ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മൾ കൊട്ടേഷൻ എടുക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യും. അവരൊരു മോഡൽ പറയും, നമ്മൾ ആ മോഡൽ വെക്കും, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് പോരല്ലോ, പിന്നെ അത് മാറ്റാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കിട്ടാം. പക്ഷേ ഇതിന്റെ എക്സ്പീരിയൻസിന്റെ ഗുണം നമുക്ക് നേരത്തെ അറിയാം, നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഡിസിഷൻ എടുക്കാം. ഇത് മതി, ഇതിനേക്കാൾ ക്ലാരിറ്റി ഉള്ള അതിനുണ്ട്, നമുക്ക് ഈ മോഡൽ മതി, അല്ലെങ്കിൽ ഇന്ന ഫംഗ്ഷൻസ്, ഇപ്പൊ പല ഫീച്ചറും ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അവനോട് പറയും ഈ ഒരു മോഡൽ നമുക്ക് മതി, അത് അല്ലെങ്കിൽ ഇങ്ങനെ ഫംഗ്ഷൻ കിട്ടുന്നത് മതി, അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഡൗട്ട്. ഇപ്പം ഒരു നോർമലി ഒരു ഷോപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആളാണ് ഈ ഗാലക്സി സെന്റർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അവര് ഇവിടെ കസ്റ്റമേഴ്സിനെ എത്തിച്ച് അതൊരു ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. അപ്പം ഈ പറയുന്ന ഇന്റഗ്രേറ്റേഴ്സിനെല്ലാം അവരുടെ കസ്റ്റമേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുമല്ലോ. ഇത് ആക്ച്വലി ഓപ്പൺ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കണം എന്നൊന്നും ഇല്ല. ഡയറക്റ്റ് എൻഡ് കസ്റ്റമർക്കായാലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഒരാൾക്ക് പഠിക്കണമായാലും ചെക്ക് ചെയ്ത് നോക്കാം. കാരണം അത് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്. പല സ്ഥലത്ത് പറയുമ്പോൾ നമുക്ക് എറണാകുളത്ത് ഓൾറെഡി ഉണ്ട്, അതുപോലെ പല സ്ഥലത്തുണ്ട്. അപ്പൊ ഓരോ ഏരിയ ആ ഏരിയക്ക് കുറച്ചുകൂടി റീച്ചബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ലൊക്കേഷനിലും എക്സ്പീരിയൻസ് ഉണ്ട് വെക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി എന്താ നമുക്ക് അധികം ട്രാവൽ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ, എറണാകുളം ഉള്ള ആൾക്കാർക്ക് വരുമ്പോൾ നമുക്ക് എറണാകുളത്ത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാം. ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷൻ എടുക്കാം. അത് കസ്റ്റമർ ആവണമെന്നില്ല, നമുക്കൊരു ഇംപ്ലിമെന്റർ ആയില്ല ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോ HD മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഈ ക്യാമറ മാത്രം, ചില IP അറിയില്ല ചെയ്യുന്നത്. അപ്പൊ അന്ന് നോക്കാം, കാരണം ഇവിടെ NVR ഇരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ, ഇനി അതിലും വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം, വിളിച്ചു ചോദിക്കാം ഇതിങ്ങനെ. അപ്പൊ ടച്ച് ചെയ്ത് നമുക്ക് അതാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.